ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യൻ അദ്ദേഹം തന്റെ മരണശേഷം തന്റെ എല്ലാ സമ്പത്തും സ്വർഗത്തിൽ കൂടെ കൊണ്ടുപോകണമെന്ന് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. അതിന് തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനോട് താൻ ചോദിച്ചു, മരണാനന്തരം എന്റെ എല്ലാ സമ്പത്തും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, അതിനൊരു മാർഗം പറഞ്ഞു തരിക. ആ സുഹൃത്ത് പറഞ്ഞു, അതിനെന്താ, കൊണ്ടുപോകാമല്ലോ, നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധിക്കും സ്വർഗത്തിലേക്ക്. എന്നിട്ട് ആ സ്നേഹിതൻ ഈ ധനികനോട് ചോദിച്ചു, താങ്കൾ വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ, ധാരാളം പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിലും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ അവിടെ പണം കൊണ്ടുപോകാറുണ്ടോ നിങ്ങളുടെ ചിലവിന് വേണ്ടിയിട്ട്? അതെ. എങ്ങനെയാ കൊണ്ടുപോകാറുള്ളത്? ഞാൻ അതിനെ ഡോളറാക്കിയിട്ട് കൊണ്ടുപോകും. അതെന്താ ഡോളറാക്കിയിട്ട് കൊണ്ടുപോകുന്നത്? കാരണം ഇന്ത്യൻ കറൻസിക്ക് വിദേശ രാജ്യത്തിൽ അമേരിക്കയിൽ ഒരു മൂല്യവുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കൺവേർട്ട് ചെയ്ത് ഞാൻ അതിനെ ഡോളറാക്കിയിട്ട് കൊണ്ടുപോകും. അതവിടെ എനിക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ടും സാധിക്കുന്നു. ആ സ്നേഹിതൻ ഇപ്രകാരം പറഞ്ഞു, അതെ, ഈ ലോകത്തിലെ സമ്പത്തെല്ലാം തന്നെ നമുക്ക് നമ്മോടൊപ്പം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. കാരണം ഈ ഭൂമിയിലെ നമ്മുടെ എല്ലാ സമ്പത്തിനും സ്വർഗത്തിൽ യാതൊരു വിധമായ മൂല്യങ്ങളുമില്ല. എന്താ ചെയ്യേണ്ടത്? ആ ഇന്ത്യൻ കറൻസിയെ നാം എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകണം. അതിന് ഇവിടെ നാം ചെയ്യുന്ന സൽപ്രവർത്തികൾ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, അതെല്ലാം സ്വർഗത്തിൽ വിലയേറിയതായി കാണും. അതുകൊണ്ട് അതിനെ സ്വർഗത്തിലേക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ടുപോകണം എങ്കിൽ നിശ്ചയമായും ഈ ഭൂമിയിൽ സൽപ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എവിടെയാണോ നിങ്ങളുടെ നിക്ഷേപമുള്ളത് അവിടെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ആകയാൽ കള്ളനും പുഴുവും തുരന്നു കളയുന്നതായ ഈ ഭൂമിയിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചുകൊള്ളുവിൻ. ഈ എളിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തിരിക്കുന്നു. അന്നുമുതൽ ആ മനുഷ്യൻ തന്റെ ജീവിതശൈലി മാറ്റുവാനായി തുടങ്ങി. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങി. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലുള്ളതെല്ലാം ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്ര പറയുമ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ നമ്മോടൊപ്പം കൂടെ വരുന്നത് നമ്മുടെ ഓരോ പ്രവർത്തികളുമാണ്. ദൈവനാമ മഹത്വത്തിനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവർക്കും കൂടെ പങ്കുവയ്ക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അത് നിലനിൽക്കും. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.